ഡോക്ടർ പി ഗോപിനാഥൻ പിള്ള ABC മലയാളത്തിലേക്ക് സ്വാഗതം. സ്വാഗതം. താങ്ക് യു. ഈ തദ്ദേശപ്പോരിലൂടെ കേരളത്തിൽ പുതിയ ചില രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ തന്നെ സംഭവിക്കുന്നതിൻ്റെ സൂചനയാണ് കാണുന്നത്. LDFന് കനത്ത തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. UDFൻ്റെ ഒരു തരംഗവും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ BJPയും വലിയൊരു മുന്നേറ്റം, ശക്തമായ ഒരു സാന്നിധ്യവും അറിയിച്ചിട്ടുണ്ട്. എങ്ങനെയായിരിക്കും ഇനി സംഭവിക്കുക? തീർച്ചയായിട്ടും ശ്രീ വിജയനാഥ് പറഞ്ഞതുപോലെ കേരളത്തിലെ പഞ്ചായത്ത് ഇലക്ഷൻ നമ്മുടെ നിയമസഭാ ഇലക്ഷനുള്ള ഡ്രസ് റിഹേഴ്സലാണ്. ഈ ഇലക്ഷനിൽ BJP വലിയ മുന്നേറ്റം സൃഷ്ടിച്ചിട്ടുണ്ട്. UDF അതിനേക്കാൾ വലിയ മുന്നേറ്റം സൃഷ്ടിച്ചിട്ടുണ്ട്. LDFൻ്റെ ചെങ്കോട്ടകൾ തകർന്നടിയുകയും ചെയ്തിട്ടുണ്ട്. UDFൻ്റെ മുന്നേറ്റം പ്രധാനമായിട്ടും LDFൻ്റെ കഴിഞ്ഞ 9.5 വർഷത്തെ ഭരണത്തെ വിലയിരുത്തിക്കൊണ്ട് ജനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു തീരുമാനമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമല ഇഷ്യൂ. ശബരിമലയിലെ വാതിൽപ്പാളികൾ പൊളിച്ചുകൊണ്ടുപോയി 45 കിലോ സ്വർണം അവിടെ നിന്ന് അടിച്ചു മാറ്റിയതാണ്. അത് വലിയൊരു രാഷ്ട്രീയ ഗൂഢാലോചനയായിട്ടാണ് രാഷ്ട്രീയ കേരളം കാണുന്നത്. അത് കേരളത്തിലെ ജനങ്ങളെ സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതിനോടൊപ്പം തന്നെ കേരളത്തിൽ കാസർഗോഡ് മുതൽ പാറശാല വരെ വിവിധ സഹകരണ സംഘങ്ങൾ കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്. നിരപരാധികളായ നിസ്സഹായരായിട്ടുള്ള ആളുകൾ അവിടെ നിക്ഷേപിച്ച തുക, ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിനെതിരെ ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, ഏതാണ്ട് 9 വർഷം കഴിഞ്ഞപ്പോഴേ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ക്ഷേമത്തിൽ നിന്നും വികസനത്തിൽ നിന്നും മാറി ഗവൺമെൻറ്റിൻ്റെ വിഭവ സമാഹരണം വർദ്ധിപ്പിക്കുക. അത് ഏറ്റവും പ്രധാനപ്പെട്ടത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഗവൺമെൻറ് സർക്കുലർ അയക്കുകയാണ്. നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏതെല്ലാം കാര്യങ്ങളിൽ വർധന വരുത്താൻ കഴിയുമോ, ഏതെല്ലാം വിലകൾ വർദ്ധിപ്പിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ടാക്സുകൾ വർദ്ധിപ്പിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ നികുതികൾ വർദ്ധിപ്പിക്കാൻ കഴിയുമോ, ഇതെല്ലാം പരമാവധി വർദ്ധിപ്പിക്കാനും അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ വിഭവ സമാഹരണം നടത്തുന്നതിനുമുള്ള ഒരു വൻപിച്ച നീക്കം. ഈവൻ നമുക്കൊരു വണ്ടിയായിട്ട് റോഡിൽ ഇറങ്ങാൻ പറ്റില്ല. തിരുവനന്തപുരത്ത് ഏതെങ്കിലും റോഡിൽ ഒരു വണ്ടി കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഉടനെ പോലീസുകാർ വരിക, ഫോട്ടോ എടുക്കുക, അതിന് 250 രൂപ പിഴയടയ്ക്കുക. അത് ജനങ്ങളെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ ജനകീയ പ്രശ്നങ്ങളിൽ മുഖം തിരിഞ്ഞു നിന്നുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമത്തിലും വികസനത്തിലും ഊന്നിയുള്ള ഒരു ഭരണം നടത്തുന്നതിന് പകരം ജനവിരുദ്ധമായ നടപടികളുമായിട്ട് ശ്രീ പിണറായി വിജയൻ ഗവൺമെൻറ് മുന്നോട്ട് പോയതിൻ്റെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ശ്രീ പിണറായി വിജയന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ BJP നമുക്കറിയാം തിരുവനന്തപുരത്താണ് ശക്തമായ സാന്നിധ്യം അറിയിച്ചിരിക്കുന്നത്. കോർപ്പറേഷൻ ആദ്യമായിട്ട് BJP പിടിക്കുന്നു. ഇതിൻ്റെ ഒരു തുടർച്ച നമുക്ക് എവിടെ കാണാം? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. തീർച്ചയായിട്ടും BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കി എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം കേരളം പിടിച്ചടക്കിയതിന് തുല്യമായിട്ടുള്ള ഒരു ഊർജമാണ് BJPക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റായ ശ്രീ രാജീവ് ചന്ദ്രശേഖർ നല്ലൊരു പ്രൊഫഷണൽ ലീഡറാണ്. എവിടെയൊക്കെ ചെയ്യണമെന്ന് വളരെ കൃത്യമായിട്ട് അമിത്ഷാ പോലെ തന്നെ വിഷൻ നടത്തുന്നതിനും അതിനനുസരിച്ച് മിഷൻ തയ്യാറാക്കുന്നതിനും വളരെ വ്യക്തമായിട്ട് കാഴ്ചപ്പാടുള്ള ആളാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിൻ്റെ വിഷനും മിഷനുമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ചെങ്കോട്ട തകർത്തുകൊണ്ട് BJP വലിയ മുന്നേറ്റം നേടിയിട്ടുള്ളത്. ആ വിഷനും മിഷനും ഇപ്പം 45 ദിവസം കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തിരുവനന്തപുരം നഗരത്തിൽ വരിക, തിരുവനന്തപുരം നഗരത്തിൻ്റെ സമഗ്രമായിട്ട് വികസനത്തിന് വേണ്ടി ഒരു പ്ലാൻ പ്രഖ്യാപിക്കുക, അത് നടപ്പിലാക്കുക, അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത ഇലക്ഷന് മുൻപ് BJP ചെയ്യുന്ന ഇക്കാര്യത്തിലുള്ള പ്രധാനപ്പെട്ട വിലയിരുത്തലുകളെല്ലാം അടുത്ത നിയമസഭാ ഇലക്ഷനെ സ്വാധീനിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം മിക്ക പഞ്ചായത്തുകളിലും BJPക്ക് ഇപ്പോൾ സ്വാധീനമുണ്ട്.
നല്ല പെർസെൻറ്റേജ് വോട്ട് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ വിലയിരുത്തൽ 25% കൂടുതൽ വോട്ടുകൾ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ BJPക്ക് കിട്ടിയിട്ടുണ്ടാവും, സമാഹരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പല പഞ്ചായത്തിലും ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ പല മുനിസിപ്പാലിറ്റിയിലും ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നല്ല വോട്ട് ഷെയർ BJPക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഭാവിയിലേക്കുള്ള നല്ലൊരു സൂചനയാണ്. കാരണം ഇടത് വലത് പക്ഷങ്ങളുടെ ഭരണത്തിൽ ജനങ്ങൾ പൊറുതിമുട്ടിയിട്ടുണ്ട്. കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് നന്നായിട്ടറിയാം. CPM ഭരിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം. ഇനി നമുക്ക് പരീക്ഷിക്കാനുള്ളത് BJP ആണ്. BJPക്ക് നല്ലൊരു ബേസിസ് ഉണ്ട്. കേന്ദ്ര ഗവൺമെൻറ് കൈവച്ചുകൊണ്ട് കേരളത്തിൽ ഒരു സമഗ്ര വികസനത്തിന് നല്ല പദ്ധതികൾ തയ്യാറാക്കാൻ BJPക്ക് കഴിയും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ നാഷണൽ ഹൈവേ 66, പാറശാല, കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള ആ റോഡ് കേരളത്തിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വികസനത്തിലൂടെ കേരളത്തിൻ്റെ ഹൃദയത്തെ പിടിച്ചടക്കാൻ BJPക്ക് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് BJP ഇപ്പം നടത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി LDFനെ സംബന്ധിച്ചിടത്തോളം അവർക്കിനി എന്തായിരിക്കും അതിജീവിച്ച് വരാനുള്ള സാധ്യത? LDFനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നയങ്ങളിലും പരിപാടികളിലും കഴിഞ്ഞ കാലഘട്ടത്തിലെ വളരെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ EMSഉം ശ്രീ അച്യുതമേനോനും അതേപോലെ ശ്രീ EK നായനാരും ശ്രീ VS അച്യുതാനന്ദനും, ഈ നേതാക്കന്മാരൊക്കെ കേരളത്തിൽ വലിയ വലിയ പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഭൂപരിഷ്കരണം, ജന്മിത്വം ഇല്ലാതാക്കുക, അതേപോലെ ജനകീയ ആസൂത്രണം, സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം, ഇതേപോലുള്ളൊരു പദ്ധതിയൊന്നും ശ്രീ പിണറായി വിജയന് തയ്യാറാക്കുവാനോ നടപ്പിലാക്കാനോ കഴിഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. വെറും ഒരു പ്രസിദ്ധീകരണം കൊണ്ടോ പബ്ലിസിറ്റി കൊണ്ടോ നമ്പർ 1 കൊണ്ടോ കേരളത്തിൻ്റെ ഹൃദയം പിടിച്ചെടുക്കാൻ ശ്രീ പിണറായി വിജയന് കഴിയില്ല. അതിന് ജനകീയമായിട്ടുള്ള പദ്ധതികൾ ആവശ്യമായിട്ടുണ്ട്. ആ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ കഴിഞ്ഞ 9.5 വർഷമായിട്ട് ഗവൺമെൻറ് വലിയ പരാജയമാണ്. അതിൻ്റെ അവസാനം കൊണ്ടുവച്ച് കേരളത്തെ ദാരിദ്ര്യമുക്ത കേരളം എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായോ? ഈ ദാരിദ്ര്യമുക്ത കേരളം എന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ എത്ര ദരിദ്രം ഉണ്ടെന്നൊരു സർവേ നടത്തണം. ഇവരെ ആ ദാരിദ്ര്യത്തിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുവരാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. അവർക്ക് അതിനു വേണ്ട കൈത്താങ്ങ് കൊടുക്കണം. ഇതൊക്കെ കൊടുത്തിട്ട് അവരെ മുക്തരാക്കി അവർക്ക് വേണ്ട തൊഴിലും അവർക്ക് വേണ്ട മറ്റ് ജീവിത സാഹചര്യങ്ങളും ഒക്കെ കൊടുത്ത് അവരെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് വേണം നമ്മളിത് പ്രഖ്യാപിക്കാൻ. അല്ലാതെ ചുമ്മാതെ നിയമസഭയിൽ പ്രഖ്യാപിച്ചുകൊണ്ടോ പത്രത്തിലും TV യിലും ഒക്കെ വന്നതുകൊണ്ടോ ഒരു ഗവൺമെൻറ് ഒരു സംസ്ഥാനത്തെ ദാരിദ്ര്യമുക്തമായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയില്ല. അത് വളരെ പരിഹാസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഈ ശക്തമായ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ഒരുപക്ഷെ പിണറായി വിജയനാണോ അതോ CPMനാണോ അതോ മൊത്തത്തിൽ LDFന് തന്നെയാണോ? അല്ല, പിണറായി വിജയൻ അതിൻ്റെ പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം പ്രധാനപ്പെട്ട കാരണക്കാരൻ തന്നെയാണ്. കാരണം CPMൻ്റെ നയങ്ങൾ ആവിഷ്കരിക്കുകയും പദ്ധതികൾ നടപ്പിലാക്കുകയും ഒക്കെ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വിരൽത്തുമ്പിലാണ്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. പാർട്ടി എന്ന് പറയുന്നത് പിണറായിയാണ്, ഗവൺമെൻറ് എന്ന് പറയുന്നത് ശ്രീ പിണറായി വിജയനാണ്. അപ്പോൾ അദ്ദേഹത്തിനാണ് പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി ഇക്കാര്യത്തിലുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.